ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഹീറ്റിനകത്തേക്ക് വരണം. അപ്പം ഷോർട്ട് നോട്ടാണ്, മാക്സിമം ഷോർട്ടായിട്ടാണ് ഞാൻ ഇതിൽ എഴുതിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ കൺസെപ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ പിന്നെ പോയി ഒന്നുകൂടി പഠിക്കേണ്ടതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കണമെങ്കിൽ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, ഞാൻ അത് തന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് മാത്രം പഠിച്ചു പോയി എക്സാം എഴുതാൻ പറ്റുന്ന രീതിയിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇതൊക്കെയാണ്. അതിശയമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പാഡിൽ വീല് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക. കാരണം ഒരുപാട് കൺസെപ്റ്റുകൾ, സ്റ്റാർട്ടിങ്ങുള്ള കൺസെപ്റ്റുകൾ മുഴുവൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് വരുന്നത് ഹീറ്റിനകത്തേക്കാണ്. അപ്പം ഹീറ്റിനകത്ത് പറഞ്ഞു വരുമ്പോൾ ഹീറ്റ് മൈക്രോസ്കോപ്പിക് മോഡ് ഓഫ് എനർജി. അതായത് മാക്രോസ്കോപ്പിക് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. മൈക്രോസ്കോപ്പിക്കും മാക്രോസ്കോപ്പിക്കും ഉണ്ട്. മാക്രോസ്കോപ്പിക് പറഞ്ഞാൽ അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ, മൈക്രോസ്കോപ്പിക് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റുന്ന രീതിയിൽ, ആ രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. മാക്രോസ്കോപ്പിക് എനർജി ഓഫ് ട്രാൻസ്ഫർ, അതായത് നമുക്ക് ഒരു ചൂടാകുന്നതിൽ ഒരു പാല് തിളപ്പിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ആ ചൂടാകുന്ന നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് അതിനകത്തേക്ക് ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിൻ്റെ ഓരോ പർട്ടിക്കുലർ ലെവൽ വിത്ത് റെസ്പെക്ട് ടു ടൈമും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതിനാണ് മാക്രോസ്കോപ്പിക് മോഡ് ഓഫ് എനർജി ട്രാൻസ്ഫർ പറയുന്നത്. അപ്പം ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കേഴ്സ് ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം എനർജി ട്രാൻസ്ഫർ ഒക്കർ ചെയ്യുന്നത് ഹയർ എനർജി ടു ലോവർ എനർജി ആണെന്ന്. ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ്, ഹയർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഹയർ എനർജി പോർഷനാണ്, ലോ ടെമ്പറേച്ചറിലേക്ക് ഹയർ ടെമ്പറേച്ചർ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കർ ചെയ്യുന്നത്. പിന്നെ ബൗണ്ടറി ഫിനോമിന, നേരത്തെ വർക്ക് പറഞ്ഞ പോലെ തന്നെ വർക്ക് ഒന്നെങ്കിൽ സിസ്റ്റം സറൗണ്ടിങ്ങിലേക്കും സറൗണ്ടിങ് സിസ്റ്റത്തിലേക്കും, രണ്ട് ടൈപ്പാണ് വർക്കുള്ളത്. അപ്പം അതേ സെയിം മെത്തഡ് തന്നെയാണ് ഹീറ്റിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൺവേർഷൻ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഹീറ്റ് ഇൻ ടു ദ സിസ്റ്റം പോസിറ്റീവും, ഹീറ്റ് ഫ്രം ദ സിസ്റ്റം നെഗറ്റീവ്, വർക്ക് ഇൻ ടു സിസ്റ്റം നെഗറ്റീവ്, വർക്ക് ബൈ ദ സിസ്റ്റം പോസിറ്റീവ്. ആ കാര്യങ്ങൾ പഠിക്കുന്ന ആ ഒറ്റ ഫിഗർ നിങ്ങൾ ആ വീഡിയോയിൽ പോയി നോക്കിയിട്ട് ആ ഫിഗർ ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ ക്ലിയർ ആയി കിട്ടും. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം. അത് ആദ്യം നേരത്തെ പറഞ്ഞാണ്. ഹീറ്റും വർക്കും പ്രോപ്പർട്ടി അല്ല, ഇൻഎക്സാക്ട് ഡിഫറൻഷ്യലാണ്, പാത്ത് ഫംഗ്ഷനാണ്. ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. പല ടൈപ്പ് എക്സാം ചോദിച്ചത്, അതായത് SSC ആണെങ്കിലും ഗേറ്റ് ആണെങ്കിലൊക്കെ പ്രീവിയസ്ലി ISRO വരെ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് ദ ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് കുറേ തരും. അതായത് ഒന്നെങ്കിൽ ഇൻറ്റർണൽ എനർജി ഒക്കെ ഉണ്ട്. ഇൻറ്റർണൽ എനർജി ഒക്കെ പ്രോപ്പർട്ടിയാണ്. എനർജി, പ്രഷർ, ടെമ്പറേച്ചർ, പിന്നെ ഒന്ന് ഹീറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തെർമലായിട്ട് ചിന്തിക്കുന്ന സമയത്ത് എപ്പോഴും വർക്കും ഹീറ്റും ഒക്കെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ആണെന്നായിരിക്കും നമ്മളൊരു കൺസെപ്റ്റാണ്. പക്ഷേ ശരിക്കുള്ള കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇതൊക്കെ പാത്ത് ഫംഗ്ഷനാണ്. അതായത് ഹീറ്റും വർക്കും. അതുകൊണ്ട് തന്നെ ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ, എക്സാക്ട് ഡിഫറൻഷ്യൽ അല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് DW അല്ലെങ്കിൽ DQ എന്ന് എഴുതാൻ പറ്റില്ല. നമ്മൾ ΔW ΔQ എന്നാണ് എഴുതുന്നത്. അതായത് പാത്ത് ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത്. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പോയിന്റ് ഫംഗ്ഷൻ എന്നും പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാത്ത് ഫംഗ്ഷൻ എന്നും പറയുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടൊരു കാര്യം ഞാൻ ജസ്റ്റ് ഓർത്ത് വെക്കാനുള്ള കാര്യമാണ്. നമ്മളിപ്പം ഒരു പ്രോസസ്സ് നടക്കുക, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് നമുക്ക് ഈ ഫിഗറിനകത്ത് ഗ്രാഫിനകത്ത് 1 to 2 എന്ന് പറഞ്ഞ പ്രോസസ്സ് ആരോ മാർക്ക് താഴോട്ടാണ്. അതായത് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എപ്പോഴും ഈ ആരോ മാർക്കെങ്കിൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആയിരിക്കും. അതായത് ടർബൈൻ വർക്ക്, അതായത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട്, ടർബൈൻ്റെ അന്നൊക്കെ ഔട്ട്പുട്ട് കിട്ടുകയാണല്ലോ, അതിനെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയും. അതായിരിക്കും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള പ്രോസസ്സ്. നേരെ മറിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ്, കൗണ്ടർ ക്ലോക്ക് വൈസ് 1 to 2 എന്ന് പറഞ്ഞാൽ 1 കുറഞ്ഞ വാല്യൂ നിന്ന് 2ലേക്ക് കൂടിയ ലോ പ്രഷറിൽ നിന്ന് ഹൈ പ്രഷറിലേക്ക് പോകുന്നതിനെ കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് റൊട്ടേഷൻ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാവും 1 and 2 ഏത് പൊസിഷനിലാണെന്നൊക്കെ കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് കിട്ടി. അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസിലാകുന്ന സമയത്ത് വർക്ക് ഇൻ ടു ദ സിസ്റ്റം, നമ്മൾ അങ്ങോട്ട് വർക്ക് കൊടുക്കുകയാണ്. എക്സാമ്പിൾ പമ്പും കംപ്രസറും. ഇത് യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട് റെഫ്രിജറേഷൻ സൈക്കിളിലായിരിക്കും. അതായത് കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് ആയിരിക്കും, നമ്മുടെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ സൈക്കിൾ, തെർമോഡൈനാമിക് സൈക്കിൾ. നേരെ മറിച്ച് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കുകയാണെങ്കിൽ ടർബൈൻ, ഒരു പവർ പ്ലാന്റിൻ്റെ ഒക്കെ ഡിസൈൻ, ഗ്യാസ് പവർ പ്ലാന്റ് ആണെങ്കിലും സ്റ്റീം പവർ പ്ലാന്റ് ആണെങ്കിലൊക്കെ അതിൻ്റെ തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. ഓട്ടോ സൈക്കിൾ ആണെങ്കിൽ ഡീസൽ സൈക്കിൾ ആണെങ്കിലൊക്കെ പോസിറ്റീവ് ഡയറക്ഷൻ ആയിരിക്കും. അതായത് വർക്ക് ഔട്ട്പുട്ട്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് വർക്കാണ്. ഓക്കെ, വർക്ക് ഇൻ ടു ദ സിസ്റ്റം ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ ഹീറ്റ് ഫ്ലോ ഉണ്ടെന്ന് ലോ ടെമ്പറേച്ചറിന് ഹൈ ടെമ്പറേച്ചറിലേക്കാണ്. ഓക്കെ, ഇനി ഒരു പ്രോസസ്സ്, എത്ര ടൈപ്പ് പ്രോസസ്സ് നമ്മൾ പഠിക്കുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ റിവേഴ്സൽ പ്രോസസ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ
നോക്കിയപ്പോൾ മനസ്സിലായി ഒരുവിധം എല്ലാ പ്രോസസ്സും ഡിഫൈൻ ചെയ്തത് അല്ലെങ്കിൽ സൈക്കിളും ഡിഫൈൻ ചെയ്തത് റിവേഴ്സിബിൾ ആണെങ്കിൽ മാത്രമാണ് ഈ ഇക്വേഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആ ഇക്വേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, പിന്നെ റിവേഴ്സിബിൾ പ്രോസസ്സ് ഉണ്ട്, ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ഉണ്ട്, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് ഉണ്ട്, കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് ഉണ്ട്, പിന്നെ ഐസോതെർമൽ, അഡയബാറ്റിക്, റിവേഴ്സിബിൾ അഡയബാറ്റിക്, ഐസെൻട്രോപ്പിക് എന്ന് പറഞ്ഞാൽ കുറേ പ്രോസസ്സുകളുണ്ട്. ഇതിനകത്ത് കുറച്ച് ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ ഇൻറ്റേർണൽ എനർജി പ്രോപ്പർട്ടിയാണ്, CV പ്രോപ്പർട്ടിയാണ്, കോഷ്യൻ്റ് ഓഫ് സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റൻറ്റ് വോളിയം, പിന്നെ ടെമ്പറേച്ചർ, പിന്നെ മാസ്. ഇതൊക്കെ പ്രോപ്പർട്ടീസാണ്. 2 ടൈപ്പ് പ്രോപ്പർട്ടീസ് ഉണ്ട്, എക്സ്റ്റെൻസീവ് ഉണ്ട്, ഇൻറ്റൻസീവ് ഉണ്ട്. അതൊക്കെ ക്ലിയർ ആയിട്ട് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ഓൾവേസ് പോയിന്റ് ഫംഗ്ഷൻ ഡു നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞത് CV ഡിപ്പെൻഡ്സ് ഓൺ U, അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. CV U. പിന്നെ CP ഡിപ്പെൻഡ്സ് ഓൺ H, അതായത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് എൻതാൽപ്പി, കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് ഇൻറ്റേർണൽ എനർജി. ആ 2 കാര്യങ്ങളൊന്നും നേരത്തെ പറഞ്ഞതാണ്, ഒന്ന് ക്ലിയർ ആക്കിക്കുക. പിന്നെ ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയും, അതായത് M×CP അല്ലെങ്കിൽ M×CV എന്ന് പറയും. അതിനെയാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു മാസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. എന്താണെങ്കിൽ എയർ ആണെങ്കിൽ എയർ, വാട്ടർ ആണെങ്കിൽ വാട്ടർ, അതിൻ്റെയൊക്കെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ കിട്ടും. ഇനി ആ വാല്യൂസ് എടുക്കുന്നത് CP/CV എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാല്യൂ ഗാമാൻ്റെ വാല്യൂ എത്ര? ഞാൻ നേരത്തെ പറഞ്ഞു, മോണോ ആറ്റമിക് ഉണ്ട്, ഡയാറ്റമിക് ഉണ്ട്, ട്രൈ ആറ്റമിക് ഉണ്ട്. മോണോ ആറ്റമിക് ആണെങ്കിൽ 1.63 സംതിങ് കിട്ടും, ഡയാറ്റമിക് ആണെങ്കിൽ 1.4, ട്രൈ ആറ്റമിക് ആണെങ്കിൽ 1.3. അത് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 5+x/3+x. അതിൽ എക്സിൻ്റെ വാല്യൂ 2 ഇട്ട് കൊടുക്കുക. ഡയാറ്റമിക് ആണെങ്കിൽ 2 ഇട്ട് കൊടുക്കുക, അപ്പം നമുക്ക് 1.4 കിട്ടും. ട്രൈ ആറ്റമിക് ആണെങ്കിൽ 3 ഇട്ട് കൊടുക്കുക, അപ്പം 1.33 കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം സ്പെസിഫിക് ഹീറ്റ് എന്താണ്? സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ അതായത് ടോട്ടൽ ഹീറ്റ് നമുക്ക് ഓരോ പർട്ടിക്കുലർ അതിൻ്റെ ഒരു മിക്സ്ചർ ആണെങ്കിൽ ഓരോ എലമെൻ്റ് ഉണ്ടാവില്ല, ആ ഓരോ എലമെൻറ്റിൻ്റെയും സ്പെസിഫിക് ഹീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സ്പെസിഫിക് ഹീറ്റ് കിട്ടും. ഓക്കെ, നമുക്ക് ഉള്ളത് നോൺ ഫ്ലോ വർക്ക്. നേരത്തെ പറഞ്ഞ 2 ടൈപ്പ് വർക്ക് ഉണ്ട്, ഒന്ന് ഫ്ലോ വർക്കും നോൺ ഫ്ലോ വർക്ക്. നോൺ ഫ്ലോ വർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്ത് നടക്കുന്ന വർക്കാണ്. മാസ് ഡസ് നോട്ട് ക്രോസ് ദ സിസ്റ്റം ബൗണ്ടറി, അതായത് ബൗണ്ടറിൻ്റെ പുറത്തോട്ട് പോകുന്നില്ല. ഒന്നെങ്കിൽ ആ ഒരു പിസ്റ്റൺ മൂവ്മെൻറ്റ് കാരണം അതിനകത്ത് വർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പാഡിൽ വീലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വർക്ക് ഉണ്ടാവും. കംപ്രഷൻ, ഹീറ്റിംഗ്, എക്സ്പാൻഷൻ ഓഫ് ഗ്യാസിൻ്റെ സിലിണ്ടറിനകത്ത് നടക്കുന്ന പ്രോസസ്സൊക്കെ, അതായത് അതിൻ്റെ പുറത്തേക്ക് ഈ ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ എലമെൻ്റ് എന്താണ് അത് പുറത്തോട്ട് പോകുന്നില്ല, അതായത് മാസ് ട്രാൻസ്ഫർ നടക്കുന്നില്ല, നേരെ മറിച്ച് എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ആലോചിച്ച് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഫോർ നോൺ ഫ്ലോ വർക്ക് ഡൺ ഈക്വൽ ടു ഇൻ്റഗ്രൽ PdV. ഓക്കെ, അതായത് പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം. കൂടുതലൊന്നും ആലോചിക്കേണ്ട, ഈ ഇക്വേഷൻ ഡയറക്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഇൻ്റഗ്രൽ PdV. കാരണം എന്ന് വെച്ചാൽ അടുത്ത സെക്ഷനിൽ വരുമ്പോൾ ഇക്വേഷൻ മാറുന്നുണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പം ഇതിനകത്ത് പറഞ്ഞാൽ PV ഡയഗ്രത്തിൻ്റെ ഏരിയ അണ്ടർ ദ കർവിനെയാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പം പല ക്വസ്റ്റ്യനുകൾ ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഏരിയ അണ്ടർ ദ കർവ് ഓഫ് PV ഡയഗ്രാം. അപ്പം പറഞ്ഞാൽ ഒന്നെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും, വർക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും, അങ്ങനെ ഓരോന്നുണ്ടാവും. വർക്ക് ഔട്ട്പുട്ട്, ഹീറ്റ് ഇൻപുട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ആലോചിക്കുന്ന കേസ് ഡയറക്ഷൻ എങ്ങോട്ടെന്ന് നോക്കാം. ഓക്കെ, ഈ ഡയഗ്രത്തിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, വർക്ക് പോസിറ്റീവാണ്. നേരെ മറിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ വർക്ക് ഡൺ ടു ദ സിസ്റ്റം, വർക്ക് നെഗറ്റീവാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കും എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഇതൊക്കെ നേരത്തെ നോക്കിയതാണ്. കോൺസ്റ്റൻറ്റ് വോളിയം ആണെങ്കിൽ dV 0 ആണ്, അതുകൊണ്ട് വർക്ക് ഡൺ 0 ആയിരിക്കും. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞാൽ du ഈക്വൽ ടു ΔQ മൈനസ് ΔW. അപ്പോൾ ΔW 0 ആയതുകൊണ്ട് തന്നെ du ഈക്വൽ ടു dQ ΔQ എന്ന് വരും. പിന്നെ പാഡിൽ വീലാകുന്ന സമയത്ത് പാഡിൽ വീലിനകത്ത് ഇൻറ്റർണൽ എനർജി ആണെങ്കിൽ മൈനസ് ΔW ആയിരിക്കും. നമുക്കറിയാം ഇൻറ്റർണൽ എനർജി ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നില്ല, പക്ഷേ വർക്ക് ഉണ്ടാകുന്നുണ്ട് പാഡിൽ വീലിൻ്റെ കേസ്. അതും നേരത്തെ പറഞ്ഞതാണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ ഒരു എക്സ്പ്ലനേഷനാണ്. കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് ഐസോബാരിക് ആകുമ്പോൾ അതിനകത്ത് W12 എന്ന് പറഞ്ഞാൽ V1 V2ലേക്ക് വോളിയം ചേഞ്ച് ഉണ്ടായി. പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റ് പ്രഷർ 1 ബാർ പ്രഷറിൽ വോളിയം V1 V2ലേക്ക് മൂവ് ചെയ്തു. അപ്പം അതിനകത്തുള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ P×V2 മൈനസ് V1. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് du ഈക്വൽ ടു ΔQ മൈനസ് PdV. അപ്പം അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
എച്ച് എന്ന് പറഞ്ഞൊരു ടേമിലേക്ക് വരും. അതായത് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി പ്ലസ് ഫ്ലോ വർക്ക്. ഇൻറ്റേർണൽ എനർജി പ്ലസ് ഫ്ലോ വർക്ക്. ഇൻറ്റേർണൽ എനർജി പറഞ്ഞാൽ യു പ്ലസ് ഫ്ലോ വർക്ക് എന്നാൽ പി വി അല്ലെങ്കിൽ പി ഇൻറ്റു ഡെൽറ്റ വി. ഓക്കെ, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ പ്രോസസ്സ്. ഐസോതെർമൽ പ്രോസസ്സ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഐഡിയൽ ഗ്യാസിഫിക്കേഷൻ അറിയാം, പി വി ഈക്വൽ ടു ആർ ടി എന്ന് എഴുതാം. ബാക്കി ടേമൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ പി വി ഈക്വൽ ടു ആർ ടി. അപ്പം അതിൻ്റെ അകത്ത് നിന്ന് പിക്ക് പകരം നമ്മൾ പറയാം ഡബ്ല്യു ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 2 പി ഡി വി ആണ്. അപ്പോൾ പിക്ക് പകരം ആർ ടി ബൈ വി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആർ ടി ബൈ വി എന്ന് പറഞ്ഞിട്ട് 1 to 2 ആർ ടി ബൈ വി ഇൻറ്റു ഡി വി. അപ്പം അതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആർ ടി എൽ എൻ വി ടു ബൈ വി വൺ. ഇങ്ങനൊരു കേസ് വരുമ്പം നമ്മൾ എന്താ ചിന്തിക്കുന്നത് വെച്ചാൽ വി ടു ബൈ വി വൺ. ഇതിപ്പോൾ ഒരു എക്സ്പാൻഷൻ്റെ കേസാണെങ്കിൽ വലിയ വോളിയം ഡിവൈഡ് ബൈ ചെറിയ വോളിയം ചെയ്യാം. എല്ലാ കേസിലും ഇങ്ങനൊരു കേസ് വരുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട കേസ് ഒരേ പാറ്റേൺ നമ്മൾ നോക്കിയാൽ മതി. കാരണം വോളിയം ആണെങ്കിലും പ്രഷർ ആണെങ്കിലും ടെമ്പറേച്ചർ ആണെങ്കിലും ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ ഒരുവിധം ആൻസറൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഞാൻ കുറച്ചുകൂടി മുമ്പോട്ടെത്തുമ്പോൾ പറയാം എന്താണെന്ന്. അപ്പോൾ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ് ഈക്വൽ ടു W12 ഈക്വൽ ടു MRT ln V2 by V1. ഓക്കെ, ഞാൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്താൽ അപ്പം ഡി യു പറഞ്ഞാൽ വർക്ക് ഡൺ ഉണ്ട്, അതിൽ ഡി യു 0 ആണ്. ഡി യു 0 ആണ് കാരണം എന്താ, തെർമൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, യു ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ, യു ഈക്വൽ ടു MC V ഡെൽറ്റ ടി ആണ്. അപ്പോൾ MC V ഡെൽറ്റ ടി ആകുമ്പോൾ ഡെൽറ്റ ടി 0 ആയതുകൊണ്ട് ഡി യു 0 ആയി. അപ്പം ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു 0. അപ്പോൾ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ, അതായത് ക്യൂ ഈക്വൽ ടു ഡബ്ല്യു ഐസോതെർമൽ പ്രോസസ്സിൽ. ഐഡിയൽ ഗ്യാസ് ഐസോതെർമൽ എക്സ്പാൻഷൻ എനർജി. ഐഡിയൽ ഗ്യാസ് ഐസോതെർമൽ എക്സ്പാൻഷൻ എനർജി ട്രാൻസ്ഫർ ആസ് ഹീറ്റ് ഈക്വൽ ടു ദ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അതായത് അവിടെ നിന്ന് ഹീറ്റ് എനർജി പറഞ്ഞാൽ ഐസോതെർമൽ പ്രോസസ്സിൽ ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആയിരിക്കും. ഓക്കെ, ഇതാണ് കാർനോട്ട് എഞ്ചിൻ ഫെയിൽ ആവാനുള്ളൊരു കാര്യം. അതായത് കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിനകത്ത് നമുക്കറിയാം 2 അഡിയാബാറ്റിക് പ്രോസസ്സും 2 ഐസോതെർമൽ പ്രോസസ്സും. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സ് കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ പറ്റുന്നൊരു കണ്ടീഷൻ വേണം. ആ കണ്ടീഷൻ പോസിബിൾ അല്ല പ്രാക്ടിക്കലി. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഐഡിയലായി പോയത്. അതായത് കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഐഡിയൽ കൺസെപ്റ്റായി മാറിയത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. ഓക്കെ, അപ്പം പിന്നെ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സ് നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് റിവേഴ്സിബിൾ അഡിയാബാറ്റിക്. ഈ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സ് നമുക്ക് ഓൾസോ കോൾഡ് ആസ് ഐസെൻട്രോപിക് പ്രോസസ്സ്. ഐസെൻട്രോപിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എസ് നമുക്കറിയാം. എസ് കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡെൽറ്റ എസ് 0, ചേഞ്ച് ഇൻ എൻട്രോപ്പി 0 ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് എൻട്രോപ്പി ആകുന്ന സമയത്ത് ഉള്ള പ്രോസസ്സിനാണ് റിവേഴ്സിബിൾ അഡിയാബാറ്റിക്. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, കാരണം അത് തിരിച്ച് പറഞ്ഞാൽ അത് ശരിയാവില്ല. റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സ് ക്യാൻ കോൾഡ് ആസ് ഐസെൻട്രോപിക് പ്രോസസ്സ്. നേരെ മറിച്ച് ഐസെൻട്രോപിക് പ്രോസസ്സ്, ഓൾ ദ ഐസെൻട്രോപിക് പ്രോസസ്സ് നെവർ ബി എ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സ്. അത് മേ ഓർ മേ നോട്ട് ബി റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സ്, അങ്ങനെ പറയാൻ പറ്റും. അതായത് ഐസെൻട്രോപിക് പ്രോസസ്സ് എല്ലാ ഐസെൻട്രോപിക് പ്രോസസ്സും റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സ് ഐസെൻട്രോപിക് പ്രോസസ്സാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അഡിയാബാറ്റിക് പ്രോസസ്സ് നമുക്കറിയാം ക്യൂ ഈക്വൽ ടു 0 ആണ്. അതായത് എനർജി ട്രാൻസ്ഫർ ഇല്ല, എനർജി ട്രാൻസ്ഫർ 0 എന്ന പ്രോസസ്സിനെയാണ് പറയുന്നത് അഡിയാബാറ്റിക് പ്രോസസ്സ്. അപ്പം ഇതിനകത്തേക്ക് വരുന്ന കേസിൽ ക്യൂ 0 ആകുമ്പം യു ഈക്വൽ ടു ഡബ്ല്യു എന്ന് കിട്ടും. അതായത് ഇൻറ്റേർണൽ എനർജി ഈക്വൽ ടു ഫസ്റ്റ് ലോ വെച്ച് നോക്കുമ്പോൾ ഡി യു ഈക്വൽ ടു ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡി യു എന്നാണ് എടുക്കുന്നത്. ഇവിടെ ഡെൽറ്റ ക്യൂവും ഡെൽറ്റ ഡബ്ല്യു എടുക്കുന്നത്. യു ഒരു പ്രോപ്പർട്ടി ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഓക്കെ, തെർമോഡൈനാമിക്സിൻ്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അതിന് എക്സാക്ട് ഡിഫറൻഷ്യലാണ് ഡി യു എന്ന് എടുക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂവും ഡബ്ല്യു നമുക്കറിയാം ഇൻഎക്സാക്റ്റ് ആണ്. അതായത് നോട്ട് എ പ്രോപ്പർട്ടി, പാത്ത് ഫംഗ്ഷനാണ്, നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് തെർമോഡൈനാമിക്സ്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ ക്യൂവും ഡെൽറ്റ ഡബ്ല്യു എടുക്കണം. അപ്പം അഡിയാബാറ്റിക് പ്രോസസ്സ് ആകുമ്പോൾ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 ആണ്. ഡെൽറ്റ ക്യൂ 0 ആകുന്ന സമയത്ത് ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എന്ന് കിട്ടും. അപ്പോൾ ഇതിന് കുറച്ച് എക്സാമ്പിൾ ആണ്. ഫാസ്റ്റ് പ്രോസസ്സ് വിത്ത് സ്മോൾ ടൈം, അതായത് നമ്മളൊരു പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സ്, കുറഞ്ഞ ടൈമിൽ നടക്കുന്നത്. അതായത് ബേസ്റ്റിംഗ് ഓഫ് എ കാറിൻ്റെ ടയർ പൊടുന്നൊക്കെ പെട്ടെന്നായിരിക്കും. അതുപോലെ തന്നെ ബേസ്റ്റിംഗ് ഓഫ് എ ബലൂൺ, എഞ്ചിൻ റൺസ് അറ്റ് 1000 RPM, 1000 RPM മുകളിൽ കറങ്ങുന്ന ഒരു എഞ്ചിൻ്റെ അതിനകത്തുണ്ടാകുന്ന വർക്ക് ഔട്ട്പുട്ട് അങ്ങനത്തെ കാര്യം. അങ്ങനെ അതിനൊക്കെയാണ് റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സ്. എക്സാമ്പിൾ പറഞ്ഞാണ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം അതിനകത്ത് കുറേ എക്സാമ്പിളൊക്കെ അങ്ങനെ ഇതിൽ വിച്ച് ദിസ് പ്രോസസ്സ് റിലേറ്റഡ് ടു എന്നാണ് ചോദിക്കും. അതായത് ബേസ്റ്റിംഗ് ഓഫ് എ കാർ റിലേറ്റഡ് ടു ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്,
അഡിയാബാറ്റിക് പ്രോസസ് ആൻഡ് ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആലോചിക്കേണ്ടത് ബസ്റ്റിംഗ് ഓഫ് എ കാർ ടയർ, നോർമൽ കണ്ടീഷനിൽ ബസ്റ്റിംഗ് ഓഫ് എ കാർ ടയർ എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ പി വി ഈക്വൽ ടു പി വി, അതായത് നമ്മൾ നേരത്തെ എടുത്ത കേസിൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൻ്റെ കേസിലാണെങ്കിൽ പി വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അത് ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. ഓക്കെ, നേരത്തെ ഫസ്റ്റ് വീഡിയോൻ്റെ അകത്തുണ്ടാവും പി വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. നേരെ മറിച്ച് ഇവിടെ വരുമ്പോൾ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് ആകുമ്പോൾ പി വി റേസ് ഗാമ ഇസ് എ കോൺസ്റ്റൻ്റ് പറയും. അപ്പോൾ ടി എസ് ഡയഗ്രം ആണെങ്കിൽ എസ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വെർട്ടിക്കൽ ലൈൻ വരും. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ നോക്കിയ ഇക്വേഷൻസും കാര്യങ്ങളാണ്. അതിനകത്ത് വർക്ക് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം വർക്ക് ഇൻപുട്ട് റിവേഴ്സിബിൾ അഡിയാബാറ്റിക്കിൻ്റെ കേസിൽ പറഞ്ഞ് വർക്ക് വരുമ്പം ഡെൽറ്റ യു ഈക്വൽ ടു ഡബ്ല്യു എന്ന് പറഞ്ഞത്. അപ്പം വർക്ക് എന്ന് പറഞ്ഞാൽ സി വി ഇൻറ്റു T1 മൈനസ് T2, അതായത് സി വി ആണ് വരുന്നത്. ഇൻറ്റേർണൽ ചെയ്യാണ്ട് സി വി കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ് ആയതുകൊണ്ട്. അപ്പോൾ അതിനെ ഒന്നും കൂടി മാറ്റിയിടുകയാണെങ്കിൽ സി വി ഈക്വൽ ടു ആർ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി വി ഈക്വൽ ടു ആർ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 ആണ്. അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡബ്ല്യു ഈക്വൽ ടു P1 V1 മൈനസ് P2 V2 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. ഓക്കെ, ഈ ഇക്വേഷനകത്ത് ബാക്കി ഇക്വേഷൻസൊക്കെ നമുക്ക് കിട്ടും. അതായത് ഇതിപ്പോൾ നമ്മൾ പഠിക്കുന്നത് നോൺ ഫ്ലോ വർക്കാണ്. ഫ്ലോ വർക്കിൻ്റെ കേസിലും പിന്നെ പോളിട്രോപ്പിക് പ്രോസസ്സിൻ്റെ കേസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് പഠിക്കേണ്ടത് റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സിനകത്ത് ഒരു ടെമ്പറേച്ചർ തന്ന് 2 വോളിയം തന്നു. അപ്പോൾ അടുത്ത ടെമ്പറേച്ചർ കാണാം. അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് പല എക്സാമിനും ചോദിക്കുന്നുണ്ട് റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ് ആണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് വെച്ചാൽ T1 ഡിവൈഡ് ബൈ T2 ഈക്വൽ ടു V1 ഡിവൈഡ് ബൈ V2 റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ P2 ബൈ P1 റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ ഗാമ. ഫസ്റ്റ് കേസിൽ ഗാമ മൈനസ് 1, അതായത് വി റേസ് ടു ഗാമ മൈനസ് 1 P1 ബൈ P2 റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ ഗാമ. ഇനി ഇതിൻ്റെ അകത്ത് ഉള്ളിലുള്ള ടൈമുകൾ T1 ആണോ വലുത്, T2 ആണോ വലുത്, V1 ആണോ വലുത്, V2 ആണോ വലുത്, അതൊക്കെ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ദിവസം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, അതായത് T1 ഇപ്പം ഹയർ ടെമ്പറേച്ചറും T2 ലോവർ ടെമ്പറേച്ചറും ആണെങ്കിലും V1 ഹയർ വോളിയം V2 ലോവർ വോളിയം, P2 ഹയർ പ്രഷറും P1 ലോവർ പ്രഷർ. അതായത് മുകളിലത്തെ ന്യൂമറേറ്ററുടെ എപ്പറും ഹയർ എടുക്കുക, ഡിനോമിനേറ്റർ എപ്പറും ലോവർ എടുക്കുക. പിന്നെ നിങ്ങൾ സൈൻ കൺവേർഷനും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ കിട്ടും. ഓക്കെ, അപ്പം ഏതെടുക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ന്യൂമറേറ്ററിൽ ലോവർ ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ എല്ലാത്തിലും ലോവർ ടെമ്പറേച്ചർ എടുക്കുക, ലോവർ വോളിയം എടുക്കുക, ലോവർ പ്രഷറും എടുക്കുക. ഇക്വേഷൻ സെയിം ആയിരിക്കും. അതായത് നമ്മൾ റേഷ്യോ എടുക്കുക ആയതുകൊണ്ട് തന്നെ ഒരേപോലെ റേഷ്യോ മാറുന്ന സമയത്ത് എല്ലാത്തിനും ചേഞ്ച് വരും. ഓക്കെ, മറക്കാതെ ആ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് ഓർത്തേക്കുക. ടെമ്പറേച്ചർ ഹയർ ആണെങ്കിൽ ഹയർ ഡിവൈഡ് ബൈ ലോവർ, ഹയർ ഡിവൈഡ് ബൈ ലോവർ. പിന്നെ വിൻ്റെ കേസിൽ വരുമ്പോൾ ഗാമ മൈനസ് 1, പിൻ്റെ കേസിൽ വരുമ്പോൾ ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ ഗാമ. ഇനി പോളിട്രോപ്പിക് പ്രോസസ്സ്. നമ്മൾ പോളിട്രോപ്പിക് പ്രോസസ്സാണ് സിമിലർ ടു റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സാണ് നമുക്ക് അറിയാം. പക്ഷേ സിമിലാരിറ്റി ഈ ഇക്വേഷനിൽ മാത്രമേ ഉള്ളൂ. അതായത് പി വി റേസ് ടു ഗാമയ്ക്ക് പകരം പി വി റേസ് ടു എൻ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതാണ് ഇതിനകത്ത് വരുന്ന ഒരു വ്യത്യാസം. നേരെ മറിച്ച് റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ഓക്കെ, നേരെ മറിച്ച് പോളിട്രോപ്പിക് പ്രോസസ്സിനാണെങ്കിൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫറും ഉണ്ട്, വർക്ക് ട്രാൻസ്ഫറും ഉണ്ട്. അപ്പം ഇതിന് എൻ എന്ന് പറയുന്ന സാധനം പോളിട്രോപ്പിക് ഇൻഡെക്സ് എന്ന് പറയും. എൻ ഈക്വൽ ടു LN P2 ബൈ P1 ഡിവൈഡ് ബൈ LN V1 ബൈ V2. ജസ്റ്റ് നമുക്ക് ആ ഇക്വേറ്റ് ചെയ്ത ആൻസർ കിട്ടാമെന്നുള്ളൂ. V1 റേസ് ടു N ഈക്വൽ ടു P2 V2 റേസ് ടു N എന്നാണ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫൈൻഡ് ദ പോളിട്രോപ്പിക് ഇൻഡെക്സ് ഓർ അഡിയാബാറ്റിക് ഇൻഡെക്സ് എന്നൊക്കെ ചോദിക്കുക. അഡിയാബാറ്റിക് ഇൻഡെക്സ് ആണ് റിവേഴ്സിബിൾ അഡിയാബാറ്റിക് ഗാമേൻ്റെ വാല്യൂ കണ്ടുപിടിക്കാന്ന് പറയുന്നത്. അപ്പം വർക്ക് ഡണ്ടെ കേസ് വരുമ്പോൾ നേരത്തെ നമ്മളെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ V ഈക്വൽ ടു P1 V1 മൈനസ് P2 V2 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 ആണ്. അപ്പം ഇവിടെ വരുന്ന കേസിൽ W ഈക്വൽ ടു P1 V1 മൈനസ് P2 V2 മൈനസ് N മൈനസ് 1, അതായത് പോളിട്രോപ്പിക് ഇൻഡെക്സ്. ആ ഗാമയ്ക്ക് പകരം പോളിട്രോപ്പിക് ഇൻഡെക്സ് ആകും. പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പി വി റേസ് ടു N ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. ഒറ്റ വ്യത്യാസം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അപ്പം ഇതാണ് ഇവിടെ എത്തി, പോളിട്രോപ്പിക് പ്രോസസ്സ് എത്തി. ഇനി വരുന്നത് ഫ്ലോ വർക്കാണ്. ഇപ്പോൾ ഇതുവരെ പഠിച്ച നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം വർക്ക് അല്ലെങ്കിൽ നോൺ ഫ്ലോ വർക്ക്, അതായത് അതിൻ്റെ അകത്തുള്ള ആ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നില്ല, അതിനാണ് ഇതുവരെ പഠിച്ചത്. അപ്പം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ഫ്ലോ വർക്കിനെ പറ്റി. ഓക്കെ, കൺട്രോൾ വോളിയം കൺസെപ്റ്റ് എന്ന് പറയും. അപ്പം ഒരു പർട്ടിക്കുലർ വോളിയം സ്പേസ്, ഒരു ഫ്രീ സ്പേസിലുള്ളൊരു മാസ് നമ്മൾ ഒരു വെർച്വൽ വോളിയം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പം റിയൽ വോളിയം അല്ല, ഒരു വെർച്വൽ വോളിയം നമ്മൾ കൺസിഡർ ചെയ്യുക പർട്ടിക്കുലർ സ്പേസിലുള്ള, എന്നിട്ട് അതിനെ സ്റ്റഡി ചെയ്യാൻ എടുക്കാം. അതിനാണ് കൺട്രോൾ
വോളിയം തന്നെ, കൺട്രോൾ വോളിയം തന്നെ എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാസ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. മാസ് ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. മറ്റേ കേസിൽ മാസ് ഇൻട്രാക്ഷൻ അല്ല, എനർജി ഇൻട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ മാസ് ഇൻട്രാക്ഷൻ ഉണ്ട്, എനർജി ഇൻട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ വരുന്ന മേജർ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഫോർ റിവേഴ്സിബിൾ കോസിസ്റ്റാറ്റിക് പ്രോസസ്സ്, അതായത് റിവേഴ്സിബിൾ പ്രോസസ്സിന് വർക്ക് ഡൺ എടുക്കുമ്പോൾ മൈനസ് ഇൻ്റഗ്രൽ വി ഡി പി അല്ലെങ്കിൽ ഇൻ്റഗ്രൽ വി ഡി പി നെഗറ്റീവ് ഓട്ടെ. നെഗറ്റീവ് നോക്കുമ്പോൾ നമുക്ക് ഇൻറ്റു ദ സിസ്റ്റം ആണോ ഫ്രം ബൈ ദ സിസ്റ്റം ആണോ എന്നൊക്കെ നോക്കിയാൽ മതി. ഓക്കെ, നേരത്തെ ഇക്വേഷൻ എന്താ? കോൺസ്റ്റൻറ്റ് ഇത് കണ്ടോ, ഇതിൽ നോക്കുന്ന സമയത്ത് ഡബ്ല്യു ഈക്വൽ ടു ഇൻ്റഗ്രൽ പി ഡി വി. ഇൻ്റഗ്രൽ പി ഡി വി അതായത് ചേഞ്ച് ഇൻ വോളിയാണ്. അതൊരു പിസ്റ്റൻ്റെ അകത്ത് പിസ്റ്റൻ്റെ ഫസ്റ്റ് പൊസിഷനും സെക്കൻഡ് പൊസിഷനും. ഓക്കെ, നേരെ മറിച്ച് നമ്മളിപ്പം ഫ്ലോ പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ വി ഡി പി നേരെ തിരിഞ്ഞു ഇക്വേഷൻ. പി ഡി വി ഉള്ളത് വി ഡി പി ആക്കി. വി ഡി പി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഗ്രാഫ് എടുക്കുന്ന പി വി ഡയഗ്രത്തിൻ്റെ ബിഹൈൻഡ് ദ കർവ്, അതായത് 1 to 2 എന്ന് പറഞ്ഞ കർവ്. അതിപ്പം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് ക്ലോക്ക്വൈസ് ഡയറക്ഷനിലാണെങ്കിൽ വർക്ക് ബൈ ദ സിസ്റ്റം, ആൻറ്റി ക്ലോക്ക്വൈസ് ആണെങ്കിൽ വർക്ക് ഡൺ ടു ദ സിസ്റ്റം. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലോക്ക്വൈസും ആൻറ്റി ക്ലോക്ക്വൈസും നോക്കി കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള കാര്യം എടുത്താണ്. അപ്പോൾ ബിഹൈൻഡ് ദ കർവ്, നേരത്തെ പറഞ്ഞത് അണ്ടർ ദ കർവായിരുന്നു, അപ്പോൾ ബിഹൈൻഡ് ദ കർവാണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞത്. അപ്പം വി ഡി പി എന്ന് പറഞ്ഞു. യെസ്, ഓക്കെ, അതിൻ്റെ ഏരിയ കിട്ടിയാൽ മതി. അപ്പം ജസ്റ്റ് നോക്കാതെ ഏരിയ പ്രൊജക്റ്റഡ് ഓൺ വൈ ആക്സിസ് ഓൺ ദ പി വി ഡയഗ്രാം, അതിനെയാണ് ഫ്ലോ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം അതിന് ഓരോ ടൈം നമുക്ക് നോക്കണം. കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ്, വോളിയം പ്രോസസ്സ്, ഐസോതെർമൽ, അഡിയാബാറ്റിക് എല്ലാം നോക്കണം. അപ്പം നേരത്തെ നോക്കിയ പോലെ തന്നെ ഇതിനകത്ത് ഐസോബാറിക് എടുക്കുക. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയിക്കുന്നുണ്ട് ഐസോബാറിക് ആണോ ഐസോകോറിക് ആണെന്ന് ചെറിയ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ബാർ എന്ന് പറഞ്ഞാൽ പ്രഷറിൻ്റെ യൂണിറ്റാണ്. ഐസോബാറിക് പ്രോസസ്സ് അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, ഞാനീ പറഞ്ഞിരുന്നൊക്കെ ഞാൻ ഓരോ ചില പർട്ടിക്കുലർ ഏരിയയിൽ പഠിക്കാൻ കൺഫ്യൂഷൻ ആകുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്ത ഓരോ ടെക്നിക്കുകളാണ്. ഓക്കെ, അപ്പം ഡി പി 0 ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഡി പി 0 ആയതുകൊണ്ട് തന്നെ വർക്ക് ഡൺ ബൈ ഐസോബാറിക് പ്രോസസ്സ്, ഫ്ലോ വർക്ക് ഡൺ ബൈ ഐസോബാറിക് പ്രോസസ്സ് ഈക്വൽ ടു 0. ഓക്കെ, ഡി പി 0 ആയതുകൊണ്ട് ഇക്വേഷൻ 0 ആയി. ഓക്കെ, ഐസോകോറിക് പ്രോസസ്സ് ആണെങ്കിൽ വർക്ക് ഡൺ ഈക്വൽ ടു, അതായത് പ്രഷർ P1 P2ലേക്ക് വന്നു, V ഇൻറ്റു P2 മൈനസ് P1. നേരത്തെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. ഐസോബാറിക് ആകുമ്പോൾ ഓപ്പോസിറ്റ് നേരെ തിരിയും, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ വർക്ക് ആണെന്ന് വെച്ചാൽ. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം രണ്ട് കേസിലും സെയിം ഇക്വേഷനാണ്. ഓക്കെ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. P1 ഈക്വൽ ടു P2 ആണ്. PV ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷനും സെയിം ആയിട്ട് കിട്ടും. അതായത് ഫ്ലോ വർക്ക് ആണെങ്കിലും നോൺ ഫ്ലോ വർക്ക് ആണെങ്കിലും RT ഇൻറ്റു LN P1 ബൈ P2. അത് ഫ്ലോ വർക്കിൻ്റെ കേസിൽ, അതായത് Pൻ്റെ ടൈമിലേക്ക് വന്നതുള്ളൂ. RT ഈക്വൽ ടു LN V2 ബൈ V1. അതായത് നമുക്കിപ്പം P1 ബൈ P2 അല്ലെ PV ഈക്വൽ ടു RT എന്നുള്ള കേസിൽ Tയും കോൺസ്റ്റൻ്റ് ആണ്, Rയും കോൺസ്റ്റൻ്റ്. അപ്പോൾ PV ഈക്വൽ ടു കോൺസ്റ്റൻ്റ്, P1 V1 ഈക്വൽ ടു P2 V2 എന്ന് പറയും. അപ്പോൾ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ആൻസർ കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ടാണ് വർക്ക് ഡൺ ഇൻ എ ഫ്ലോ വർക്ക് ആൻഡ് നോൺ ഫ്ലോ വർക്ക് ഇൻ എ ഐസോതെർമൽ പ്രോസസ് ഈസ് സെയിം. ഓക്കെ, രണ്ടും സെയിം ആണെന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. അതായത് ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ ചോദിക്കും, വിച്ച് among the following process will get the same work done for a flow work and non flow work, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അഡിയാബാറ്റിക് പ്രോസസ്സ്, റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സ് എടുക്കുന്ന സമയത്ത് Q0 ആണെന്ന് കിട്ടി. അപ്പം PV റെസ്റ്റ് ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പം PV റെസ്റ്റ് ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് വെച്ചാൽ നേരത്തെ എടുക്കുന്ന കേസിൽ നമ്മൾ CV ആയിരുന്നു എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എടുക്കുക W12 ഈക്വൽ ടു CP ഇൻറ്റു T1 മൈനസ് T2. ഞാൻ നേരത്തെ പറഞ്ഞു എൻതാൽപ്പി എന്ന ടൈം വരുമ്പോൾ കേസിൽ വർക്ക് ഡൺ അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജി പ്ലസ് ഫ്ലോ വർക്ക് എന്ന് പറഞ്ഞൊരു കേസും കൂടി വരുന്നുണ്ട്. ഓക്കെ, അതായത് ഇൻറ്റേർണൽ എനർജി പ്ലസ് ഫ്ലോ വർക്ക് എന്ന് പറഞ്ഞാൽ ഫ്ലോ ചെയ്യുന്ന സാധനത്തിനാണ് ഫ്ലോ വർക്ക് ഉണ്ടാവും. അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി. W1 ഈക്വൽ ടു CP ഇൻറ്റു T1 മൈനസ് T2 ഈക്വൽ ടു H1 മൈനസ് H2, CP ഇൻറ്റു T1 മൈനസ് CP ഇൻറ്റു T2. CP ഇൻറ്റു T1 എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ പോയിന്റിൽ എന്താൽപ്പി ആണെന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യും. അപ്പം സാച്ചുറേഷൻ ലെവലിൽ ഐഡിയൽ ഫ്ലൂയിഡ് ആണെങ്കിൽ എന്താൽപ്പി ഈക്വൽ ടു CP ഇൻറ്റു T ആയിരിക്കും. ഓക്കെ, അഡിയാബാറ്റിക് ഫ്ലോ വർക്ക് ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ എന്താൽപ്പി ഓഫ് ദ സിസ്റ്റം.
നേരത്തെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ആയിരുന്നു, ഇവിടെ ചേഞ്ച് ഇൻ എൻതാൽപ്പി ആയി. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്ക് ഡൺ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കിട്ടി P1 V1 മൈനസ് P2 V2 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 ആയിരുന്നു. ഇവിടെ ഒരു ഗാമയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ നേരത്തെ കേസിൽ ഞാൻ പറയാം W ഈക്വൽ P1 V1 മൈനസ് P2 V2 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ഇതിൻ്റെ കേസ് വരുന്ന സമയത്ത് അഡീഷണലായിട്ട് ഒരു ഗാമ ടൈമും കൂടി ഇവിടെ വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ, വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പോളിട്രോപ്പിക് പ്രോസസ്സിൽ എങ്ങനെ ഉണ്ടാവും, W1 ഗാമയ്ക്ക് പകരം N ആവുന്നുള്ളൂ. N ഡിവൈഡ് ബൈ N മൈനസ് 1 ഇൻറ്റു P1 V1 മൈനസ് P2 V2. ഓക്കെ, ഇനി ക്ലോസ്ഡ് സിസ്റ്റം നോൺ ഫ്ലോ വർക്ക്. ക്ലോസ്ഡ് സിസ്റ്റം നോൺ ഫ്ലോ വർക്ക് ഒരു ജസ്റ്റ് ഒരു സമ്മറി പോലെ പറയാം. ക്ലോസ്ഡ് സിസ്റ്റം നോൺ ഫ്ലോ വർക്ക് ആകുമ്പോൾ W1 ഈക്വൽ ടു 1 ബൈ N മൈനസ് 1 P1 V1 ഡിവൈഡ് ബൈ P2 V2. ഓപ്പൺ സിസ്റ്റം ഫ്ലോ വർക്ക് ആകുമ്പോൾ ഒരു N-ൻ്റെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഒരു N-ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ സിസ്റ്റം ഫ്ലോ വർക്കിൻ്റെ കേസിലേക്ക് എത്തും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഇനി പോളിട്രോപ്പിക് പ്രോസസ് ദർ ഈസ് എ ബോത്ത് വർക്ക് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ ഓക്കേഴ്സ്. ഓക്കെ, അതായത് നമ്മൾ എപ്പോഴും PV/N ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, PV/γ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. PV/γ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ആകുന്ന കേസിൽ അവിടെ Q 0 ആണ്, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്. നേരെ മറിച്ച് പോളിട്രോപ്പിക് പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫറും ഉണ്ട് വർക്ക് ട്രാൻസ്ഫറും ഉണ്ട്. ഓക്കെ, അഡയാബാറ്റിക് പ്രോസസ്സ് ആകുന്ന കേസിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല, വർക്ക് ട്രാൻസ്ഫർ മാത്രമേ ഉണ്ടാവും. ഓക്കെ, പിന്നെ കുറച്ച് ടൈമുകളിൽ സ്ലോപ്പ് എന്താണെന്നുള്ള രീതിയിലൊക്കെ പഠിക്കുക. ഓരോ കർവിൻ്റെ അകത്തുള്ള സ്ലോപ്പ് PV ഡയഗ്രത്തിനകത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dP/dV ഈക്വൽ ടു മൈനസ് P/V. ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഡിറൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം വെച്ചാൽ T കോൺസ്റ്റൻ്റ് ആകുന്ന കേസിൽ PV ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, അതിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കുക PdV പ്ലസ് VdP. ഇതിന് അതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ dP/dV. PV ഡയഗ്രാം ആണല്ലോ, അപ്പോൾ dP/dV ഈക്വൽ മൈനസ് PV കിട്ടും. അപ്പോൾ നേരെ സ്ലോപ്പ് ഓഫ് ആൻ അഡയാബാറ്റിക് കർവ് ഓൺ എ PV പ്ലെയിൻ ആകുന്ന വെച്ചാൽ PV/γ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. PV/γ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ ഒരു ഗാമ എന്ന് പറഞ്ഞ ടൈമും കൂടി സ്ലോപ്പിന് കൂടെ വരും. ഓക്കെ, വേറെ വ്യത്യാസമൊന്നുമില്ല. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. നേരത്തെ പോലെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് PV/PV എന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇപ്പോൾ സ്ലോപ്പ് ഓഫ് അഡയാബാറ്റിക് കർവ് ഈക്വൽ ടു ഗാമ ഇൻറ്റു സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ കർവ്. ഇത് ഞാൻ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ രീതിയിൽ എടുത്ത് കാണിക്കാൻ കാരണം ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് സ്ലോപ്പ് ഓഫ് എ അഡയാബാറ്റിക് കർവ് ഈക്വൽ ടു ഗാമ ടൈംസ് സ്ലോപ്പ് ഓഫ് എ ഐസോതെർമൽ കർവ്. ഐസോതെർമൽ കർവിനും അഡയാബാറ്റിക് കർവിനും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം PV ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഐസോതെർമൽ, PV/γ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് അഡയാബാറ്റിക്. അതിനകത്ത് ആകെ ഡിഫറൻസ് വരുന്നത് ഗാമ പവർ V/γ എന്നുള്ള കാര്യം വരുന്നുണ്ട്. അപ്പം ആ ഒരു ഗാമ ഇതിന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് എ അഡയാബാറ്റിക് കർവ് കിട്ടും. ഓക്കെ, ഇനി സ്ലോപ്പ് ഓഫ് എ അഡയാബാറ്റിക് കർവിൻ TV ഡയഗ്രാം ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ TV dT/dV ഈക്വൽ ടു Q ഈക്വൽ 0. അഡയാബാറ്റിക് ആകുമ്പോൾ Q 0 എന്ന കേസിൽ 1 മൈനസ് ഗാമ ഇൻറ്റു T/V. അതൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്യാന്നുള്ളൂ. ഫസ്റ്റ് ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് എല്ലാ സാധനം ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം സ്ലോപ്പ് ഓഫ് ആൻ അഡയാബാറ്റിക് കർവാണ് TP ഡയഗ്രാം. ആദ്യം DV ഡയഗ്രാമാണ്, ഇപ്പം TP ഡയഗ്രാം dT/dP അറ്റ് കോൺസ്റ്റൻറ്റ്, അതായത് നോ ഹീറ്റ് ട്രാൻസ്ഫർ. Q ഈക്വൽ 0 ആകുമ്പോൾ ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ ഗാമ ഇൻറ്റു T/P. ഇവിടെ T/V ആണ്, ഇവിടെ T/P ആണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് N. അതിൻ്റെ വാല്യൂ N ഡിപ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെ മാറുന്നുള്ളത്. അപ്പം N ഈക്വൽ 0 ആണെങ്കിൽ P ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, N ഈക്വൽ ടു 1 ആണെങ്കിൽ T ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഓക്കെ, അതായത് PV ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ആണ് കിട്ടും. N ഈക്വൽ ഗാമ ആണെങ്കിൽ റിവേഴ്സിബിൾ അഡയാബാറ്റിക്, N ഈക്വൽ ഇൻഫിനിറ്റി ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്. ഇനി അത് ഗ്രാഫിലേക്ക് വരച്ചാൽ നമ്മളല്ലെങ്കിൽ N ഈക്വൽ 0, N 0 ആണെങ്കിൽ P ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, അതായത് V/0 എന്നാൽ വീൻ്റെ ടൈം 1 ആവും. P ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. N ഈക്വൽ 1 ആണെങ്കിൽ PV ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, PV ഈക്വൽ കോൺസ്റ്റൻറ്റ് ഐസോതെർമലാവും. N ഈക്വൽ ടു ഗാമ ആണെങ്കിൽ റിവേഴ്സിബിൾ ആയിരിക്കും, PV/γ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. N ഈക്വൽ ടു ഇൻഫിനിറ്റി പറഞ്ഞാൽ V ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ കേസിലേക്ക് വരും. ഓക്കെ, അപ്പം അതിന് നമുക്ക് ഗ്രാഫിൽ വരയ്ക്കും. അതായത് N കൂടുന്നതിനനുസരിച്ച് വർക്ക് ഡൺ കൂടുക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമുക്കറിയാം N ഡിവൈഡ് ബൈ N മൈനസ് 1 ഇൻറ്റു P1 V1 മൈനസ് P2 V2. അപ്പോൾ N എത്രത്തോളം കൂടുന്നു അത്രത്തോളം വർക്ക് ഡണ്ണും കൂടും. ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം വെച്ചാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒറ്റ ഗ്രാഫ് വെച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഗ്രാഫിൽ PV ഡയഗ്രാമാണ് വരച്ചത്. ക്ലിയർ ആണെന്നുണ്ട്. PV ഡയഗ്രാമാണ് വരച്ചത്. ഓക്കെ, അപ്പോൾ PV ഡയഗ്രാം വരയ്ക്കുന്ന കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. വർക്ക് ഡൺ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഗ്രാഫ് നോക്കുന്ന സമയത്ത്
ഈ ഒരു ഏരിയ എക്സ്പാൻഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ വർക്ക് ഔട്ട്പുട്ട് ചെയ്ത്, അതായത് 1 എന്ന് പറഞ്ഞ പോയിന്റ് സെൻറ്റർ ആണെങ്കിലും ബാക്കി താഴോട്ട് വരുന്ന കേസിൽ നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടുക. ആ വർക്ക് ഔട്ട്പുട്ട് ഓരോ പ്രോസസ്സിലെ വർക്ക് ഔട്ട്പുട്ട്. നേരെ മറിച്ച് 1 എന്ന് പറഞ്ഞ പോയിന്റ് സെൻറ്ററിൽ നിന്ന് മുകളിലോട്ടാണ്. അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ടാണെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് പോകുന്നത്. അപ്പം വർക്ക് ഇൻപുട്ട്, അപ്പോൾ കംപ്രസർ പമ്പൊക്കെ യൂസ് ചെയ്യുന്നത് മുകളിലോട്ടുള്ള കർവും, എക്സ്പാൻഷൻ ടർബൈനും എക്സ്പാൻഷൻ വാൾവും ഒക്കെ യൂസ് ചെയ്യുന്നത് താഴോട്ടുള്ള കർവും. അങ്ങനെയാണ് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എക്സ്പാൻഷൻ നോക്കാം. എക്സ്പാൻഷൻ നോക്കുന്ന കേസിൽ n0 എന്ന കേസിൽ PV/n = കോൺസ്റ്റൻ്റ് എന്ന കേസിൽ n0 എന്ന കേസിൽ P = കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. അപ്പം ഫസ്റ്റ് കർവ് ഒറിസോണ്ടൽ ആയിരിക്കും, P = കോൺസ്റ്റൻ്റ്. ഈ കർവ് ഓക്കെ, ഈ കർവ് ഒറിസോണ്ടൽ, ഈ കർവ് ഒറിസോണ്ടൽ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കർവ് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ്റെ കേസ് വരുമ്പോൾ T = കോൺസ്റ്റൻ്റ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് എന്ന കേസിൽ n-ൻ്റെ വാല്യൂ 1 ആയിരിക്കും, PV = കോൺസ്റ്റൻറ്റ്, പിന്നെ പോളിട്രോപ്പിക് അഡിയാബാറ്റിക്. അപ്പം ഇതിൽ നിങ്ങൾ ആലോചിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ചാൽ ആദ്യം കോൺസ്റ്റൻറ്റ് പ്രഷർ ആണെങ്കിലും പിന്നെ വെർട്ടിക്കൽ പ്രോസസ്സിന് കോൺസ്റ്റൻറ്റ് പോളിയും. അത് PV ഡയഗ്രം നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാവും. ഹൊറിസോണ്ടൽ ലൈന് കോൺസ്റ്റൻറ്റ് പ്രഷർ ആയിരിക്കും, വെർട്ടിക്കൽ ലൈന് കോൺസ്റ്റൻറ്റ് പോളി ആയിരിക്കും. ആ രണ്ടെണ്ണം കഴിഞ്ഞു. പിന്നെ സ്ലോപ്പ് ഏറ്റവും കുറഞ്ഞ ലൈന് ഐസോതെർമൽ ആയിരിക്കും. ഓക്കെ, സ്ലോപ്പ് ഏറ്റവും കുറഞ്ഞ ലൈന് ഐസോതെർമൽ ആയിരിക്കും. അതിപ്പോൾ എക്സ്പാൻഷൻ കേസിലാണെങ്കിൽ കംപ്രഷൻ്റെ കേസിലാണെങ്കിൽ സ്ലോപ്പ് ഏറ്റവും കുറഞ്ഞ ലൈന് ഐസോതെർമൽ ആയിരിക്കും, സ്ലോപ്പ് ഏറ്റവും കൂടുതൽ ലൈന് അഡിയാബാറ്റിക് ആയിരിക്കും. ഓക്കെ, അതിനെ നടുക്കായിരിക്കും പോളിട്രോപ്പിക് ഉണ്ടാവും. അപ്പം ഇവിടെ കംപ്രഷൻ്റെ കേസിലാണെങ്കിൽ സ്ലോപ്പ് ഏറ്റവും കുറഞ്ഞ ലൈന് നമ്മൾ സ്ലോപ്പ് എടുക്കുന്ന സമയത്ത് സ്ലോപ്പ് ഏറ്റവും കുറഞ്ഞ ലൈന് PV = കോൺസ്റ്റൻറ്റ് ഇതായിരിക്കും. ഓക്കെ, നേരെ മറിച്ച് സ്ലോപ്പ് ഏറ്റവും കൂടുതൽ അഡിയാബാറ്റിക് PV/γ = കോൺസ്റ്റൻറ്റ് ഇതായിരിക്കും. അതിന് നടുക്ക് വരുന്നത് PV/n = കോൺസ്റ്റൻറ്റ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഗാമേൻ്റെ വാല്യൂൻ്റെ 1-നും ഗാമേൻ്റെ വാല്യൂൻ്റെ ഇടയ്ക്കായിരിക്കും n-ൻ്റെ വാല്യൂ ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഏരിയ ബിഹൈൻഡ് ദ കർവ് ഓൺ ദ PV പ്ലെയിൻ പ്രൊജക്റ്റഡ് ആക്സിസ്, അതായത് ഇൻ്റഗ്രൽ VDP, അതായത് ഏരിയ ബിഹൈൻഡ് ഫ്ലോ വർക്കിൻ്റെ കേസിൽ ഏരിയ ബിഹൈൻഡ് ദ കർവും, നോൺ ഫ്ലോ വർക്കിൻ്റെ കേസിൽ ഏരിയ അണ്ടർ ദ കർവ് ആയിരിക്കും അതിൻ്റെ ഫ്ലോ വർക്ക്. ഓക്കെ, ഇനി റെപ്രസെൻറ്റ് ദ വർക്ക് ഫോർ എ റിവേഴ്സിബിൾ സ്റ്റഡി ഫ്ലോ പ്രോസസ് വെൻ കൈനറ്റിക് എനർജി കൈനറ്റിക് എനർജി കുറച്ച് അസംഷൻസ് ഒക്കെ എടുക്കണം. അതായത് കൈനറ്റിക് എനർജി നെഗ്ലിജിബിൾ ആണ്, പൊട്ടൻഷ്യൽ എനർജി നെഗ്ലിജിബിൾ ആണെന്നൊക്കെ രീതിയിലൊക്കെ അസംഷൻസ് എടുത്തിട്ടാണ് ഈ റിവേഴ്സിബിൾ ഫ്ലോ ആണെന്നുള്ള രീതിയിലൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഓരോ ഇക്വേഷൻസ് ഡെറൈവ് ചെയ്തിരുന്നു. ഇനി ഇതൊരു അഡീഷണൽ ടോപ്പിക്കാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തേക്കുക. മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വർക്ക് ഡൺ ഡിവൈഡ് ബൈ സ്വെപ്റ്റ് വോളിയം. ഓക്കെ, ഇത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PM = AD / LD × K. ഇതൊരു ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള വാല്യൂസ് എടുത്തിട്ട് അതിൻ്റെ ഏരിയയും ലെങ്ത്തും ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രം. അപ്പം AD / LD × K. ഓക്കെ, അതായത് വർക്ക് ഡൺ = PM × A × L, ഒരു മീൻ എഫക്റ്റീവ് പ്രഷർ ഏരിയ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. നിങ്ങൾ ഇതിൻ്റെ ഭാഗങ്ങളായിട്ടല്ല, അത് ജസ്റ്റ് ഒരു അഡീഷണൽ ടോപ്പിക് ഇതിലകത്ത് എഴുതി വെച്ചിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബേസിക് കൺസെപ്റ്റിലുള്ളത്. ഇനി നമുക്ക് പോകാനുള്ളത് ഫസ്റ്റ് ലോയിലേക്കാണ്. അപ്പം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ കിട്ടുന്ന ഈ ഒരു 1 hour ക്ലാസ് കൊണ്ട് ബേസിക് കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ എഴുതിയത്. ഇതിൻ്റെ നോട്ടിൻ്റെ PDF ഞാൻ ഇതിനുള്ള അറ്റാച്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ, മാക്സിമം നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്, അത്രയും രീതിയിലാണ് ഞാൻ എഴുതി. ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമാണ്, എന്നാലും അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും കൂടുതൽ ഡെപ്തിൽ പഠിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് സിമ്പിളായിട്ട്, അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എക്സാമിന് ഈ ഒരു കാര്യങ്ങൾ വെച്ചാണെങ്കിൽ ഇതുവരെയുള്ള പ്രീവിയസ് ഇയർ ഗേറ്റ് എക്സാമോ അല്ലെങ്കിൽ SSC എക്സാമോ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡാറ്റ മാത്രം മതി. കാരണം ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ.